അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ, മഹത്വപ്പെടുമാറാകട്ടെ, പൂഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് ഞാൻ സംസാരിക്കുന്ന തിരുവചനം സദ്വാർത്ത, ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രവൃത്തികൾ രക്ഷയ്ക്ക് കാരണമല്ല. പ്രവൃത്തിയാൽ രക്ഷ സാധ്യമല്ല. പ്രവൃത്തിയാൽ രക്ഷ സാധ്യമല്ല എന്നുള്ളതാണ്. നമ്മൾ അപ്പസ്തോലന്മാരുടെ പ്രവൃത്തികൾ എന്നുള്ള പുസ്തകം വായിക്കുമ്പോൾ അവിടെ 10-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങളിൽ കാണുന്ന ഒരു മനുഷ്യനുണ്ട്. പ്രവൃത്തി, അദ്ദേഹം അതായത് ഒരു ന്യായാധിപനാണ്, ഒരു ശതാധിപനാണ്. അദ്ദേഹം എല്ലാ സമുദായത്തോടും, അതായത് താൻ ഏത് രാജ്യത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ആരെയാണോ സേവിക്കുന്നത് അവർക്ക് വിശ്വസ്തനായിരുന്നു. അതുപോലെ തന്നോട് ബന്ധപ്പെട്ട, തൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാവരോടും വിശ്വസ്തനായിരുന്നു. എല്ലാവരോടും സഹായിക്കുന്നവനായിരുന്നു. എല്ലാവർക്കും നന്മ ചെയ്യുന്നവനായിരുന്നു. ഒരാൾക്ക് പോലും ഒരു ദ്രോഹം ചെയ്യാത്ത ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് കൊർണോലിയസ് എന്നുള്ളത്. നമ്മൾ പുതിയ നിയമത്തിൽ അപ്പസ്തോല പ്രവൃത്തികൾ, അതായത് സുവിശേഷങ്ങൾ കഴിഞ്ഞ് 4 സുവിശേഷങ്ങൾ കഴിഞ്ഞതിന് ശേഷമുള്ള പുസ്തകമാണ് അപ്പസ്തോല പ്രവൃത്തി. അപ്പോൾ അപ്പസ്തോല പ്രവൃത്തി 10-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ വായിക്കുമ്പോൾ ആ കൊർണോലിയസിനെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ നീതി പ്രവൃത്തികളെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചൊക്കെ അവിടെ പ്രതിപാദിക്കുന്നു. അപ്പോൾ എല്ലാവരാലും സാക്ഷ്യം ലഭിച്ച നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അപ്പം അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ തന്നെ ദൈവഭയമുണ്ട്. സത്യദൈവത്തോട് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥനയെ നന്നായിട്ട് ആത്മാർത്ഥതയോടുകൂടി തന്നെ ദൈവസന്നിധിയിലിരിക്കുന്ന ഒരു വ്യക്തിക്കായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഉണ്ട്. നല്ലൊരു ഭക്തനായിരുന്നു. അതായത് ദൈവഭയമുള്ള ഭക്തനായ, എല്ലാവരാലും സാക്ഷ്യം ലഭിച്ച പ്രവൃത്തിയാൽ നന്നായിട്ട് നീതിമാനായി ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു കൊർണോലിയസ്. അപ്പോൾ അങ്ങനെയുള്ള ആ കൊർണോലിയസിന് ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, തൻ്റെ സന്നിധിയിൽ തൻ്റെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രാർത്ഥനാമുറിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ദൈവം തൻ്റെ ഒരു ദൂതനെ അയച്ചിട്ട് പറഞ്ഞു, കൊർണോലിയസേ, നിൻ്റെ പ്രാർത്ഥനകളും നിൻ്റെ ജീവിതവും എല്ലാം ഞാൻ അംഗീകരിച്ചിരിക്കുന്നു. അതെല്ലാം ഞാൻ അംഗീകരിച്ചു. നിൻ്റെ നീതിയായിട്ടുള്ള എല്ലാം ഞാൻ അംഗീകരിച്ചു. എന്നാൽ നീ നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ, നീ രക്ഷിക്കപ്പെടണമെങ്കിൽ നീ എൻ്റെ സദ്വാർത്ത കേൾക്കണം, സുവിശേഷം കേൾക്കണം. അതിനുവേണ്ടി എൻ്റെ ദാസനായ പത്രോസിനെ നീ ആളയച്ച് വിളിപ്പിച്ച് അവനിൽ നിന്ന് എൻ്റെ വചനം കേൾക്കണം, സത്യവചനം കേൾക്കണം, സദ്വാർത്ത കേൾക്കണം എന്നുള്ള ഒരു അരുളപ്പാട് ദൈവത്തിൻ്റെ കൽപ്പനയാൽ ദൈവത്തിൻ്റെ ദൂതൻ വന്ന് കൊർണോലിയോസിനോട് പറയുവാൻ തക്കവണ്ണം നമ്മുടെ ആയിട്ട്. അങ്ങനെ കൊർണോലിയോസ് തൻ്റെ ഏറ്റവും വിശ്വസ്തരായ പടയാളികളെ വിളിച്ച് ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ച് പത്രോസിനെ കാണുവാൻ, യോപ്പായിൽ തോൽക്കൊല്ലനായ, അതായത് ഈ കൂടാരപ്പണികൾക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അഡ്രസ്സൊക്കെ അവിടെ നിങ്ങൾ 10-ാം അധ്യായം വായിച്ചു നോക്കിയാൽ അവിടെ കാണും. കാര്യം ഇവിടെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ആ വചനത്തിലേക്ക് വായിക്കുവാനായിട്ട് പോകുന്നില്ല. ടൈമത്തിൻ്റെ വിഷയമുണ്ട്. അതുകൊണ്ട് വചനം നിങ്ങൾ വായിച്ചാൽ മതി. അത് 10-ാം അധ്യായം അപ്പസ്തോല പ്രവൃത്തി 10-ാം അധ്യായം എടുത്ത് വായിച്ചാൽ, അപ്പസ്തോലന്മാരുടെ പ്രവൃത്തിയുടെ പുസ്തകം 10-ാം അധ്യായം എടുത്ത് വായിക്കുമ്പോൾ അവിടെ കാണാം. അപ്പോൾ അങ്ങനെ അവിടെ ആളയക്കുന്നു. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവം തന്നെ, കർത്താവായ യേശുക്രിസ്തു തന്നെ പത്രോസിനോട് ഇങ്ങനെ പറയുന്നു. പത്രോസിനും ഈ വെളിപ്പാട് കൊടുക്കുന്നുണ്ട്, ഈ ദർശനം കൊടുക്കുന്നുണ്ട്. അങ്ങനെ പത്രോസിനും ആ ദർശനം കിട്ടുന്നു. അങ്ങനെ അവിടെ വരുന്നു. അപ്പോൾ ഈ കാര്യങ്ങളിങ്ങനെ വരുന്നു. അപ്പോൾ അവിടെ ആ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളെടുത്ത് വായിക്കണം. ആ പുസ്തകം, ആ 10-ാം അധ്യായം, അപ്പസ്തോല പ്രവൃത്തി 10-ാം അധ്യായം 9 മുതലുള്ള 23 വരെയുള്ള തിരുവചനങ്ങളെടുത്ത് വായിക്കണം. അപ്പോൾ അവിടെ കാണുന്നത് ഇവരുടെ 2 പേർക്ക് കൊടുക്കുന്ന ദൈവിക ദർശനത്തെക്കുറിച്ചാണ്. കാരണം അതായത് കൊർണോലിയോസിനും ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പത്രോസിനും കൊടുക്കുന്ന ദൈവിക ദർശനമാണ്. ഒരാൾ ദൈവിക ശബ്ദം, ദൈവിക ദൂതൻ വരുന്നു, ദൈവിക ദർശനം. ഇത് കറക്റ്റായിട്ട് അക്ഷരികമായിട്ടുള്ള കാര്യമാണത്. അല്ലാണ്ട് നമ്മൾ മറ്റേ അദൃശ്യമായിട്ടുള്ള കാര്യമല്ല. ദൃശ്യമായിട്ട് തന്നെയാണ് ആ ദൈവികമായ അരുളപ്പാടും ദർശനവും അവർക്ക് ലഭിക്കുന്നത്, 2 പേർക്കും ലഭിക്കുന്നത്.
അപ്പോൾ ഇങ്ങനെ അത് പറഞ്ഞു. അപ്പം നീ രക്ഷിക്കപ്പെടുവാൻ ഇത്രയും നല്ലൊരു മനുഷ്യൻ, കാരണം നമ്മൾ ആ പുസ്തകം വായിക്കുമ്പോഴത്തേക്ക് അറിയാം, നീതിമാനാണ്, എല്ലാ സൽപ്രവർത്തികളും ചെയ്യുന്നു, ഒരാൾക്കും ദുർസാക്ഷ്യമില്ല, നല്ല ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് കൊർന്നേലിയോസ്. അപ്പോൾ ആ മനുഷ്യനോടാണ് പറയുന്നത്, നീ രക്ഷിക്കപ്പെടുവാൻ, നിനക്ക് നിത്യജീവൻ ലഭിക്കണമെങ്കിൽ നീ എൻ്റെ ദാസൻ്റെ അടുക്കൽ നീ ആളയച്ച് അവനെ വരുത്തി അവനോട് സുവിശേഷം, ദൈവരാജ്യത്തിൻ്റെ സന്ദേശം കേൾക്കണം എന്ന് പറയുന്നു. അങ്ങനെ കൊർന്നേലിയോസ് പറഞ്ഞ ആ ദൈവവചനത്തെ, ആ ദൈവദൂതൻ്റെ വചനത്തെ അതുപോലെ തന്നെ അനുസരിച്ച്, അതായത് പോസിറ്റീവായിട്ട് ആ വചനത്തെ സ്വീകരിച്ച് പ്രതികരിച്ചു പട്ടാളക്കാരെ പത്രോസിൻ്റെ അടുക്കിലേക്ക് അയച്ചു. പത്രോസിനെ വിളിപ്പിച്ച് കൊണ്ടുവന്നു. അപ്പോൾ പത്രോസിന് ദൈവം നേരത്തെ തന്നെ ഇദ്ദേഹത്തിന് അരുളപ്പാട് കൊടുത്തതിന് ശേഷം ദൈവം പത്രോസിനും അരുളപ്പാട് കൊടുത്തിരുന്നു, ഇന്ന പോലെ ആൾ വരും, നീ അവരുടെ കൂടെ ഒന്നും സംശയിക്കാതെ അവരുടെ കൂടെ പോകണം, പോയി കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ നിന്ന് എൻ്റെ വചനം ഞാൻ അവരോട് അറിയിക്കണം എന്നുള്ള നിർദ്ദേശം പത്രോസിനും കൊടുത്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ദൂതന്മാർ വന്ന് പത്രോസ് അവരുടെ കൂടെ പോയി കൊർന്നേലിയോസിൻ്റെ വീട്ടിൽ ചെന്നു. കൊർന്നേലിയോസിൻ്റെ വീട്ടിൽ ചെന്ന് ദൈവത്തിൻ്റെ വചനം അത് അവരോട് പറഞ്ഞു. ദൈവത്തിൻ്റെ സദ്വാർത്ത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള ദൈവിക സന്ദേശം കൊർന്നേലിയോസിനോടും കൊർന്നേലിയോസിൻ്റെ കുടുംബാംഗങ്ങളോടും. കാര്യം കൊർന്നേലിയോസ് മാത്രമല്ല അവിടെ ഇരുന്നത്, പടയാളികൾ മാത്രമല്ല ഇരുന്നത്. കൊർന്നേലിയോസ് ദൂതന്മാരെ, അതായത് പടയാളികളെ പത്രോസിൻ്റെ അടുക്കലേക്ക് അയച്ചിട്ട് കൊർന്നേലിയോസിൻ്റെ ഭവനക്കാരെയും ബന്ധുമിത്രാദികളെയും സ്നേഹിതന്മാരെയും എല്ലാം വിളിച്ച് കൊർന്നേലിയോസിൻ്റെ വീട്ടിൽ കൂട്ടിയിരുന്നു. ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതിന് വേണ്ടി എല്ലാവരെയും വിളിച്ച് കൂട്ടിയിരുന്നു. അപ്പോൾ എല്ലാവരോടുമായിട്ട് ദൈവത്തിൻ്റെ വചനം, അതായത് ഈ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഴയ നിയമം മുതൽ പുതിയ നിയമം വരെയുള്ള കാര്യങ്ങൾ, നിത്യത വരെയുള്ള കാര്യങ്ങൾ പത്രോസ് പരിശുദ്ധാത്മാവിനാൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ കൂടിയിരുന്ന എല്ലാവരിലും, അതായത് ആ വചനം കേട്ട എല്ലാവരിലും പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം ലഭിക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നതാണ് ആ തിരുവചനത്തിൽ കാണുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സ്നാനമെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ അവരെല്ലാവരും നിറയപ്പെട്ടു. പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് രക്ഷാകര പദ്ധതിയോടുള്ള ബന്ധത്തിൽ മൂന്നാമത്തെ ആളത്വം. മൂന്നാമത്തെ ആളത്വം അങ്ങനെ പറയുന്നതേ ഉള്ളൂ, ഏകത്വമാണ്. പക്ഷേ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് അങ്ങനെ പറയുമ്പോൾ മൂന്നാമത്തെ എന്ന് പറയുന്നത് പക്ഷേ ഏകത്വമാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ നിറയിൽ, അതായത് പരിശുദ്ധാത്മാവ് വന്ന് അവരുടെ ശരീരത്തിൽ, അവരുടെ ആ ശരീരം എന്ന കൂടാരത്തിൽ വന്ന് വസിച്ചു. അതാണ് സ്നാനം എന്ന് പറയുന്നത്, മുഴുവനായിട്ട് വന്ന് വസിക്കുന്നത്. അതായത് നമ്മൾ സ്നാനം എന്ന് പറയുന്നത് മുങ്ങിക്കുളിക്കുന്ന, നമ്മുടെ ശരീരം മുഴുവനും വെള്ളത്തിനടിയിലേക്ക് മുങ്ങുന്ന അവസ്ഥയ്ക്കാണ് സ്നാനം എന്ന് പറയുന്നത്, ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ ഈ പരിശുദ്ധാത്മാവിനാൽ ആ കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ നിന്ന് തിരുവചനം കേട്ട എല്ലാവരും പരിശുദ്ധാത്മാവിനാൽ സ്നാനം ലഭിക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അപ്പോൾ അത് ഇതാണ്. അപ്പോൾ ഈ സത്യവചനം, കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്നുള്ള ആ തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സദ്വാർത്ത അവരെല്ലാവരും കേട്ടപ്പോൾ അവർ വിശ്വസിച്ച് പോസിറ്റീവായിട്ട് അവർ ആ വചനത്തോട് പ്രതികരിച്ചപ്പോൾ അവർക്കെല്ലാവർക്കും പരിശുദ്ധാത്മാവ് എന്ന ദാനവും അതുപോലെ തന്നെ നിത്യജീവനും അവർക്ക് ലഭിക്കാനിടയായിത്തീർന്നു. അവരുടെ എല്ലാവരുടെയും പേര് സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ എഴുതപ്പെടുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെ അവരെല്ലാവരും ദൈവം മക്കളായി തീരുവാനിടയായിത്തീർന്നു. ഇതിനവർ ഒരു വിലയും കൊടുത്തില്ല, ഒരു നേർച്ച കാഴ്ചകൾ നടത്തിയില്ല, ഒരു ആചാരാനുഷ്ഠാനങ്ങൾ നടത്തിയില്ല, ഒരു യാഗങ്ങളും നടത്തിയില്ല, ഒന്നും ചെയ്തില്ല. ഈ സത്യവേദ പുസ്തകത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, പത്രോസിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞ കാര്യങ്ങൾ അവർ വിശ്വസിച്ച്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച്, അതരം കൊണ്ട് പറഞ്ഞു. അതേ ചെയ്തുള്ളൂ. ആ വിശ്വാസം, അവരാ പൂർണ്ണ വിശ്വാസം അത് ഏറ്റെടുത്ത് പൂർണ്ണമായി വിശ്വസിച്ച് അത് പറഞ്ഞപ്പോൾ ഇത്രയും കാര്യങ്ങൾ അവർക്ക് ലഭിച്ചു. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും, നിങ്ങൾ നീതിമാന്മാർ, നിങ്ങൾ ആർക്കും ദ്രോഹം ചെയ്യും, നിങ്ങൾ ചതിയന്മാരല്ലായിരിക്കും, വഞ്ചന ചെയ്യുന്നില്ല, മറ്റുള്ള ആർക്കും ഉപദ്രവം ചെയ്യുന്നില്ല, മറ്റുള്ളവർക്കെല്ലാവർക്കും തങ്ങളാൽ കഴിയാവുന്ന ഉപകാരങ്ങൾ ചെയ്യുന്നവരായിരിക്കും, ഭക്തന്മാരായിരിക്കും, അതുപോലെ നല്ല ദൈവഭയമുള്ളവരായിരിക്കും. നിങ്ങൾ ഓരോ മതത്തിലും അതിൻ്റേതായിട്ടുള്ള ഇതിൽ നിങ്ങൾ വിശ്വസ്തരായിരിക്കും, എല്ലാമായിരിക്കും. പക്ഷേ നമുക്ക് അതുകൊണ്ടൊന്നും
നിത്യജീവൻ പ്രാപിപ്പാൻ ഈ തിരുവചനം നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അതുകൊണ്ട് ഈ അപ്പസ്തോല പ്രവൃത്തി 10-ാം അധ്യായം 9 മുതലുള്ള തിരുവചനങ്ങൾ നിങ്ങൾക്ക് വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ നീതി പ്രവർത്തികൾ ദൈവത്തിൻ്റെ മുൻപിൽ കറ പുരണ്ട അങ്കിയാണ് എന്നുള്ളത്. അപ്പം നമ്മൾ നീതി പ്രവർത്തികൾ ചെയ്യണം. എപ്പോഴാണെന്നറിയാവുക, നമ്മുടെ ഈ കറ ആദ്യം മാറ്റണം, നമ്മുടെ ഈ അശുദ്ധ വസ്ത്രം മാറ്റണം. ഈ അശുദ്ധ വസ്ത്രം നമ്മൾ നിൽക്കുന്നിടത്തോളം കാലം വിശുദ്ധനായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ പറ്റത്തില്ല. അപ്പോൾ ഈ അശുദ്ധമായ വസ്ത്രം മാറ്റുവാനായിട്ട് നമുക്ക് ഏക മാർഗമേ ഉള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തം നിൻ്റെ സകല പാപവും പോക്കി നിന്നെ ശുദ്ധീകരിപ്പാൻ മതിയായതാണെന്നുള്ള ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ രക്തം എൻ്റെ സകല പാപവും പോക്കി ശുദ്ധീകരിപ്പാൻ മതിയായതാണെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടുകൂടി നമ്മളെ തന്നെ ദൈവത്തിൻ്റെ മുൻപാകെ പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കീഴടങ്ങുക. ഞാൻ പാപിയാവുന്നു, ഈ പാപത്തിൻ്റെ കുറ്റവും ശിക്ഷയും എന്നിൽ നിന്ന് നീങ്ങിപ്പോകുവാൻ അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ ശുദ്ധീകരണത്താൽ അല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്നുള്ള ദൈവത്തിൻ്റെ വചനം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു എന്നുള്ളത് പൂർണ്ണമായി ഹൃദയത്തിൽ വിശ്വസിച്ച് അത് അധരം കൊണ്ട് ഏറ്റുപറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയാൽ അത് ഏറ്റുപറയുന്ന ഏതൊരു വ്യക്തിയുടെയും അന്നുവരെയും ചെയ്ത സകല പാപങ്ങളും രക്താംബരം പോലെ കടുംചുമപ്പായ പാപമാണ് താങ്കൾ ചെയ്തെങ്കിലും ആ പാപങ്ങളെല്ലാം കഴുകി ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച് നിർമ്മല വസ്ത്രം, നീതിയുടെ വസ്ത്രം, തേജസ്സിൻ്റെ വസ്ത്രം താങ്കളുടെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് അണിയിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. പിന്നെ താങ്കൾ ചെയ്യുന്ന നീതിപ്രവർത്തികൾക്ക് താങ്കൾക്ക് സ്വർഗത്തിൽ പ്രതിഫലം ലഭിക്കും. അതുവരെയും ചെയ്യുന്ന നീതിപ്രവർത്തികൾ ദൈവത്തിൻ്റെ മുമ്പിൽ പ്രതിഫലം ലഭിക്കത്തില്ല. അത് പക്ഷേ ഇങ്ങനെ നമ്മൾ നീതിപ്രവൃത്തി ചെയ്ത വ്യക്തികൾ ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ചു കഴിഞ്ഞാൽ അവർ നേരത്തെ ചെയ്ത നീതിപ്രവർത്തികൾക്ക് പ്രതിഫലം ലഭിക്കും. മനസ്സിലായോ? ചെയ്യാതിരുന്നാൽ ഈ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിക്കാതെ, നിർമ്മല വസ്ത്രം ധരിക്കാതെ, നീതിയുടെ വസ്ത്രം ധരിക്കാതെ, തേജസ്സിൻ്റെ വസ്ത്രം ധരിക്കാതെ നീതിപ്രവർത്തികൾ ചെയ്തതുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ പ്രതിഫലം ലഭിക്കത്തില്ല. കാര്യം അവൻ അശുദ്ധനാണ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ അശുദ്ധനാണ്, കറപുരണ്ട അങ്കിയുള്ളവനാണ്. അപ്പോൾ കറയുള്ളിടത്ത് യാതൊരു അശുദ്ധനിലും വിശുദ്ധി വസിക്കത്തില്ല. അപ്പം അശുദ്ധിയെ നീക്കി വിശുദ്ധിയെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നീതി പ്രവർത്തികൾക്ക് നമുക്ക് പ്രതിഫലം ലഭിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ചെയ്യണം. നീതി പ്രവർത്തികൾ ചെയ്യുന്നതിന് അതിനും നമുക്ക് പ്രതിഫലം ലഭിക്കും. അതാണ് ആത്മാവിൻ്റെ ഫലങ്ങളെന്ന് പറയുന്നത്. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിലുണ്ട് ആത്മാവിൻ്റെ ഫലം. ജഡത്തിൻ്റെ ഫലവുമുണ്ട്, ആത്മാവിൻ്റെ ഫലവുമുണ്ട്. അപ്പോൾ ആത്മാവിൻ്റെ ഫലങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളല്ല, ഈ നീതി പ്രവർത്തികളെല്ലാം ആത്മാവിൻ്റെ ഫലങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിന് പ്രതിഫലം ലഭിക്കും. അപ്പം ആദ്യം നമ്മൾ ഈ കറയുള്ള വസ്ത്രം മാറ്റി നീതിയുടെ വസ്ത്രം, രക്ഷാവസ്ത്രം, തേജസ്സിൻ്റെ വസ്ത്രം നമ്മൾ ധരിക്കണം. ധരിച്ചു കഴിഞ്ഞ് നമ്മൾ ഏത് നീതിപ്രവർത്തികൾ ചെയ്താൽ അതിന് പ്രതിഫലം കിട്ടും. നമ്മൾ അതിന് മുൻപേ ചെയ്ത നീതിപ്രവർത്തികൾക്കും പ്രതിഫലം കിട്ടും. അല്ലെങ്കിൽ നമുക്ക് നിത്യതയിൽ പോകും, പക്ഷേ നരകത്തിലായിരിക്കും. നരകത്തിലേക്കായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം നിശ്ചയമായിട്ടും ആ നീതി നമ്മൾ ഈ കാര്യം പൂർണ്ണമായിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഈ രക്തത്താലുള്ള ശുദ്ധീകരണം നാം ഏറ്റെടുത്ത് കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവായ ഹൃദയത്തിൽ സ്വീകരിക്കുകയും പിതാവായ ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും അത് അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ നാം രക്ഷിക്കപ്പെടും. അതായത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്നുള്ള ആ തിരുവചനം നമ്മൾ നിവൃത്തീകരിക്കപ്പെടുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു എന്നുള്ള വചനപ്രകാരം നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ മകനും മകളുമായിത്തീരും. ഇതാണ് ദൈവവചന വ്യവസ്ഥ. ഇതാണ് സദ്വാർത്ത. ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ ഇതാണ്. ഇങ്ങനെയുള്ള വ്യക്തികളുടെ പേരാണ് ജീവപുസ്തകത്തിൽ പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മധ്യസ്ഥതയാൽ എഴുതി ചേർക്കുന്നത്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന തീപ്പുക എത്രയെന്ന് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. അപ്പം നമ്മളത് പൂർണ്ണമായിട്ട് സ്വീകരിക്കുക. ഈ തിരുവചനം വിശ്വാസയോഗ്യമാണ്. കാര്യം ഇത് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ട്രൂ കോപ്പിയാണ് ഈ ഭൂമിയിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിലെ വള്ളിയോ പുള്ളിയോ ഒന്നും നീക്കം ചെയ്യത്തില്ല. ബാക്കിയുള്ളതെല്ലാം നീങ്ങിപ്പോകും. ഈ ഭൂമിയിലുള്ളതൊക്കെയും നീങ്ങിപ്പോകും. പക്ഷേ ദൈവത്തിൻ്റെ വചനമോ നീക്കമില്ല. അത് എന്നേക്കും നിലനിൽക്കുന്നതാണ്.
സത്യവചനമാണ്. നമ്മളത് ആ സത്യവചനമായിട്ട് തന്നെ വിശ്വാസയോഗ്യമാണെന്നുള്ള അതിൽ തന്നെ പറയുന്നുണ്ട്, ഈ വചനം വിശ്വാസയോഗ്യമാണ്, സകല മനുഷ്യർക്കും വിശ്വസിക്കാൻ യോഗ്യമായ വചനം തന്നെ എന്നാണ് പറയുന്നത്, സകല മനുഷ്യർക്കും. അപ്പം നമ്മളത് ഈ വചനത്തിൽ വിശ്വസിക്കുക, ഈ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക. ഈ സത്യവേദ പുസ്തകത്തോട്, ദൈവത്തിൻ്റെ വചനത്തോട് പോസിറ്റീവായി പ്രതികരിച്ചുകൊണ്ട് ദൈവവചനം വായിക്കുക, പഠിക്കുക, കേൾക്കുക, പ്രാർത്ഥിക്കുക. ദൈവ പൈതലായി ഈ പറഞ്ഞ പ്രകാരം ദൈവ പൈതലായി പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം അഥവാ നിറവ് അഥവാ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ്, പരിശുദ്ധാത്മാവിനാലുള്ള നടത്തിപ്പ് ഏറ്റെടുക്കുക. അങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നമുക്ക് നിത്യജീവ സ്വർഗത്തിൽ ദൈവത്തോടു കൂടെ വസിക്കുവാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അതിനുള്ളൊരു ഭാഗ്യം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകട്ടെ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകട്ടെ എന്നുള്ള ആ ഒരു ആത്മാർത്ഥമായ പ്രാർത്ഥന ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഖപക്ഷമില്ല, എല്ലാവരുടെയും ആത്മാവിന് ഒരേ വില തന്നെയാണ്, മുഖപക്ഷമില്ല. അപ്പോൾ ആര് ഈ വചനത്തെ വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവായി അംഗീകരിക്കുന്നവോ, ഹൃദയത്തിൽ വിശ്വസിക്കുന്നവോ, അതിനെ കൊണ്ട് ഏറ്റുപറയുന്നവോ, ഹൃദയം സമർപ്പിക്കുന്നവോ, ആത്മാവിനെ സമർപ്പിക്കുന്നവോ, പ്രാണനെ തന്നെ നമ്മളെ തന്നെ മുഴുവനായി ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ ആലയമായി നമ്മളെ ഏൽപ്പിച്ചു കൊടുത്ത് സമർപ്പിക്കുന്നവോ, ആ ദൈവം മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് വിശ്വാസപൂർവ്വം ഹൃദയത്തിൽ വിശ്വസിക്കുകയും അതിനെ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീയും നിൻ്റെ കുടുംബവും രക്ഷിക്കപ്പെടുക എന്ന് ശിക്ഷയിൽ നിന്നുള്ള വിടുതൽ നമുക്ക് ലഭിക്കുക. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനം നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുക, പൂർണ്ണമായി വിശ്വസിച്ച് ഇതിനെ ഏറ്റെടുക്കുക. ദൈവത്തിൻ്റെ സന്നിധിയിൽ മുഖപക്ഷമില്ല. സുവിശേഷത്താൽ ന്യായം വിധിക്കുന്ന നാളിൽ നിങ്ങൾക്ക് നിത്യത ലഭിക്കാൻ ഇടവരട്ടെ. സുവിശേഷത്താലാണ്, നിങ്ങൾ ഈ കേട്ട തിരുവചനത്താലാണ് നിങ്ങളെ ന്യായം വിധിക്കുന്നത്. ആ ന്യായം വിധിക്കുന്ന നാളിൽ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കാൻ, നിത്യജീവൻ അവകാശികളും ഓഹരിക്കാരുമായി തീരുവാൻ ഇടവരട്ടെ. നിത്യശിക്ഷാവിധിക്ക് കാരണമാകാതിരിക്കട്ടെ. തിരുവചനം വായിക്കുക, കേൾക്കുക, എൻ്റെ മറ്റുള്ള വീഡിയോകളും കാണുക. അപ്പോൾ അതിനകത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പ്രവൃത്തിയാൽ, മനുഷ്യൻ്റെ പ്രവൃത്തിയാൽ നീതീകരണം ലഭിക്കത്തില്ല, രക്ഷ ലഭിക്കത്തില്ല. അത് ദൈവത്തിൻ്റെ കൃപയാൽ ലഭിക്കുന്നതാണ്. നമ്മുടെ വിശ്വാസം മൂലം നമ്മൾ ദൈവത്തിൻ്റെ വചനം കേട്ട് വിശ്വസിക്കുന്നത് മൂലം ആ വചനത്തെ പോസിറ്റീവായ ആ വചനത്തോട് പ്രതികരിക്കുന്നത് മൂലം, വിശ്വാസം മൂലം ദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ലഭിക്കുന്നതാണ് നീതീകരണം അഥവാ നിത്യജീവൻ അതാണ് വിഷയം. അപ്പം പ്രവൃത്തിയാൽ രക്ഷ നമുക്ക് സാധ്യമല്ല. നമ്മുടെ പ്രവൃത്തികളെല്ലാം സ്വർഗത്തിൽ ദൈവത്തിൻ്റെ മുൻപാകെ കറ പുരണ്ട അങ്കി പോലെയാണ്. ഈ കറയെ ശുദ്ധീകരിക്കുവാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ മാത്രമേ കഴിയത്തുള്ളൂ. ഈ വചനത്തെ പരിപൂർണമായി വിശ്വസിക്കുന്നുവെങ്കിൽ ഞാനിപ്പോൾ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് ചൊല്ലിത്തരാം. ആ പ്രാർത്ഥന നിങ്ങൾ ഏറ്റുചൊല്ലുക. അപ്പോൾ അത് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയാണ് നിങ്ങളത് ഏറ്റുചൊല്ലുന്നതെങ്കിൽ ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതുവാനും ദൈവരാജ്യത്തിന് അവകാശികളായി തീരുവാനും ഇടയായിത്തീരും. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധം വരുത്തട്ടെ, രക്ഷ നൽകട്ടെ, ശുദ്ധീകരണം നൽകട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ദൈവം സഹായിക്കട്ടെ, പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായി നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഞാനിപ്പോൾ ചൊല്ലിത്തരുന്ന ഈ പ്രാർത്ഥന നിങ്ങൾ ഏറ്റുചൊല്ലുക. പിതാവായ ദൈവമേ, അങ്ങ് എന്നെ കേൾപ്പിച്ച ദൈവരാജ്യത്തിൻ്റെ ഈ സദ്വാർത്ത ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. എൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ്, എനിക്ക് പകരക്കാരനായിട്ടാണ് അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തു യാഗമായി തീർന്നത്. അങ്ങയുടെ നീതി, പാപത്തിൻ്റെ ആ ശിക്ഷയോടുള്ള അങ്ങയുടെ നീതി പൂർത്തീകരിച്ചത്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനു വേണ്ടിയുള്ള സകല ദൈവിക നീതിയും നിവൃത്തീകരിച്ചത് എന്നുള്ള അങ്ങയുടെ തിരുവചനം, അങ്ങയുടെ സുവിശേഷം, ദൈവരാജ്യ സന്ദേശം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ എൻ്റെ സകല പാപവും പോക്കി എന്നെ ശുദ്ധീകരിപ്പാൻ മതിയായതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങയുടെ വചനപ്രകാരം അങ്ങയുടെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ ഇന്നുവരെയും ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളും
എന്നോട് ക്ഷമിക്കണമേ, പൊറുക്കണമേ. ഞാൻ പാപിയാണെന്ന് അംഗീകരിക്കുന്നു. എൻ്റെ പാപങ്ങൾ അവിടുന്ന് ക്ഷമിച്ചു തരണമേ. പാപത്തിൻ്റെ കുറ്റവും ശിക്ഷയും എന്നിൽ നീക്കി എനിക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. പാപത്തിൻ്റെ ആ അവസ്ഥ മുഖാന്തരം എൻ്റെ വസ്ത്രം മലിനപ്പെട്ടിരിക്കുന്നു, കറ പുരണ്ടിരിക്കുന്നു. ആ വസ്ത്രത്തെ നീക്കി തേജസ്സിൻ്റെ, നീതിയുടെ, രക്ഷയുടെ വസ്ത്രം എന്നെ അണിയിക്കണമേ. വിശുദ്ധനായി ജീവിപ്പാൻ ഇന്നു മുതൽ എന്നെ അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണമേ. യേശുക്രിസ്തുവിനെ കർത്താവായി, യജമാനനായി, ഉടമസ്ഥനായി, ഉടയവനായി, എൻ്റെ ഉത്തരവാദിയായി ഞാൻ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിച്ച് കർത്താവായി വിശുദ്ധീകരിക്കുകയും അത് അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. ഈ യേശുവിനെ അങ്ങ് മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്നും ഇപ്പോൾ എനിക്ക് വേണ്ടി പിതാവേ അങ്ങയുടെ വലത്ത് ഭാഗത്ത് മധ്യസ്ഥനായിരിക്കുന്നുവെന്നും ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു. ആകയാൽ ഈ വിശ്വാസ പ്രഖ്യാപന പ്രകാരം ജീവപുസ്തകത്തിൽ എൻ്റെ പേര് എഴുതി അങ്ങയുടെ മകനായി, മകളായി എന്നെ അംഗീകരിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ ദൈവരാജ്യത്തിൻ്റെ പ്രജയായി എൻ്റെ മേൽ മുദ്രയിടണമേ. ദൈവത്തിൻ്റെ ദൂതന്മാരെ എനിക്ക് കാവലായി നൽകണമേ. എല്ലാവിധ സ്വർഗീയ നന്മകളും ക്രിസ്തുയേശുവിനോടുകൂടെ എനിക്ക് നൽകണമേ. ഭൗമിക നന്മകളും ക്രിസ്തുയേശുവിനോടുകൂടെ എനിക്ക് നൽകണമേ. തുടർന്നുള്ള എൻ്റെ ജീവിതം സത്യവേദ പുസ്തകപ്രകാരം ആ ദൈവിക കൽപ്പനകളും ചട്ടങ്ങളും നിയമങ്ങളും വിധികളും പ്രമാണങ്ങളും അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിച്ചു കൊള്ളാമെന്ന് അങ്ങയോട് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. പരിശുദ്ധാത്മാവേ, എന്നെ വഴി നടത്തണമേ. എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. വിശ്വാസത്തിൽ വളർന്നു വരുവാൻ അങ്ങെന്നെ സഹായിക്കണമേ. എൻ്റെ സഹായകനായി, കാര്യസ്ഥനായി എന്നോടൊപ്പം അവിടുന്ന് ഇരിക്കണമേ. ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങളിൽ പ്രാർത്ഥിച്ച് ഏൽപ്പിക്കുന്നു. പൂർണ്ണ മനസ്സോടുകൂടി പരിശുദ്ധാത്മാവേ, ഞാൻ എന്നെ അങ്ങയുടെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. യഥാർത്ഥമായ, വിശുദ്ധമായ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ എന്നെ സഹായിക്കണം. പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളാൽ ജീവപുസ്തകത്തിൽ എൻ്റെ പേരെഴുതി നിത്യജീവന് എന്നെ അവകാശിയും ഓഹരിക്കാരനും പങ്കാളിയും ആക്കി തീർക്കണമേ. പിതാവായ ദൈവമേ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയോട് കഴിക്കുന്ന ഈ പ്രാർത്ഥന സ്വീകരിച്ച് സകല അശുദ്ധിയും നീക്കി എന്നെ വിശുദ്ധനായി തീർക്കണമേ. വിശുദ്ധനായി അംഗീകരിക്കണമേ, നീതീകരിക്കണമേ. പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം. ആമേൻ, ആമേൻ, ആമേൻ.